നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന മൂവി അത്ര ഫേമസ് ആണ്, നമുക്കറിയാം അല്ലേ. അതിനകത്തെ പല രംഗങ്ങളും നമ്മുടെ മൈൻഡിലുണ്ട്. ആ വ്യക്തിയാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം, ഷഫീഖ് എന്നാണ് പേര്. സുവി സ്ട്രൈക്കേഴ്സിൽ ഒരു 2-3 വർഷമായിട്ടുണ്ട്. അപ്പം പിന്നെ ഈ വർഷമാണ് ക്യാപ്റ്റനായത്. ഈ പരമ്പരയോട് കൂടിയാണ് ക്യാപ്റ്റനായത്. നമ്മുടെ കൂടെ ഉള്ളത് നമുക്കിനി ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. എൻ്റെ പേര് ജോമോൻ. ഞാൻ മലയാള സിനിമയിൽ അസോസിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്ത് മധുവിധു, ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള പടം മധുവിധു അല്ലേ. മൊത്തം എത്ര റിലീസായിട്ടുള്ള ഞാൻ വർക്ക് ചെയ്ത് അന്വേഷിപ്പും കണ്ടെത്തും, പിന്നെ കൊണ്ടല്, രുദ്രം, കുറേ സിനിമ. ഞാൻ 10-16 വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സെലിബ്രിറ്റി ക്രിക്കറ്റിലേക്ക് കളിക്കുന്നത്. ഫസ്റ്റ് ടീമാണ് സുവി സ്ട്രൈക്കേഴ്സ്. അപ്പോൾ കളിക്കാൻ ചാൻസ് കിട്ടി. ഇന്നലെ ഞങ്ങൾ കളിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, ജയിച്ചു. അടിപൊളി അടിപൊളി. അപ്പോൾ എല്ലാവരും നന്നായി കളിച്ചു. നല്ല ടീം എഫേർട്ടായിരുന്നു. അപ്പോൾ ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ 13 വർഷമായിട്ട് ഈ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹലോ, എൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. ഞാൻ ഈ ടീമിലൊരു 12 വർഷത്തിന് മേളിലായി. സാറുമായിട്ട് കൂതറയാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അപ്പോൾ അന്നോട്ടുള്ള സാറുമായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഇത്രയും നാൾ ഈ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ആസ് എ ഫാമിലി പോലാണ്. ഫിലിമിൽ ഞാൻ കൂതറയായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി. പിന്നെ പിക്കറ്റ് 43 ഞാൻ സംവിധാനം ചെയ്യും. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ ക്രിക്കറ്റ് സിനിമയായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു. ഓക്കെ, കൂതറയിൽ ഒരു ഫേമസ് കോമഡി രംഗം നിങ്ങളുടെ ആയിരുന്നു അല്ലേ? കൂതറയിൽ ഒരു ന്യൂട്രൽ ഫേസ് എന്ന് പറഞ്ഞൊരു ഇതാണ് എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഓഡീഷൻ വഴിയാണ് സിനിമയിലേക്ക് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത്. അതിന് ശേഷം എല്ലാം ഓഡീഷൻ വഴി തന്നെയാണ്. പിന്നാണ് സിനിമയിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്തത്. സോ ഈ ടീമും എല്ലാവരും ഒരു ലൈക്ക് ഫാമിലിയാണ്. സുവിസാർ എനിക്കൊരു ആസ ഒരു ബ്രദറിനെ പോലെയാണ്. സുവിസാറിൻ്റെ കൂടെ 13 വർഷമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാറുമായിട്ടുള്ള ബന്ധം? അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഈ ടീം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു ആസ് എ ഫാമിലി പോലെയാണ്. ഇത്രയും വർഷമായിട്ട് സാറിൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു എഫേർട്ടുണ്ട് ഈ ടീമിന് ഇത്രയും കൊണ്ടുവന്നതിൽ. ആ ഡെഡിക്കേഷനും ഭയങ്കര പാഷനേറ്റാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഈ ടീം അതുപോലെ തന്നെ ഇതിലെല്ലാ മെമ്പേഴ്സും ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് നമ്മളെന്താ എൻജോയ് ചെയ്താണ് നമ്മൾ കളിക്കാറ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്തയാളെ പരിചയപ്പെടാം. നമസ്കാരം, പേര് റോഷൻ എന്നാണ്. ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ടാണ് നമ്മളുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് മേൽ വർക്ക് ചെയ്യുന്നത്. ഏതായിരുന്നു മ്യൂസിക് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ലാസ്റ്റ് തമിഴാണ്. തമിഴൊരു 4 മൂവീസ് ചെയ്തു. മലയാളത്തിൽ മിസ്റ്റർ ഹാക്കർ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ഹാക്കർ നമ്മളുടെ അങ്കമാലിയുടെ ലിച്ചി ആയിട്ടും, പിന്നെ നമ്മളുടെ ഹാരിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഒരു ഹീറോ ആയിട്ട് പുള്ളിയായിരുന്നു കാസ്റ്റിങ്ങിൽ. അങ്ങനെ ഒരു മലയാളം മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ സിംഗറാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു മ്യൂസിഷ്യൻ. പിന്നെ ഞാനിപ്പോൾ ഒരു 5 ഇയേഴ്സായിട്ട് സുവി സ്ട്രൈക്കേഴ്സിൽ കളിക്കുന്നു. CCFൻ്റെ അണ്ടറിലുള്ള സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫെർട്ടനിറ്റിയുടെ അണ്ടറിലുള്ള സുവി സ്ട്രൈക്കേഴ്സിൽ നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ കൊച്ചി തന്നെയാണ്. ഇപ്പോൾ 2 പേര് സിംഗറുമാണ്, മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത നമ്മളുടെ മിസ്റ്റർ ഹാക്കർ എന്ന് പറഞ്ഞ മൂവിയിൽ നമ്മളുടെ നിത്യ മാമൻ പാടിയ ഒരു പാട്ടാണ്. മെല്ലെ അനുരാഗമെൻ കൺചിമിഴിലാർദ്രമായി നമ്മിലതു മോഹമായി അരികെ കുഞ്ഞു മഴനൂലുകൾ നെയ്തു തരുമാശയിൽ നിൻവിരൽ തൊട്ടുവോ തനിയേ. അങ്ങനെയാണ് ഒരു പാട്ട്. ഗ്രേറ്റ്, അടിപൊളി. എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തയാളെ നമുക്ക് പരിചയപ്പെടാം. ഇയാൾ മാഹിയിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്ത ഒരാളാണ്. ഓക്കെ, ഹായ്, എൻ്റെ പേര് മിഫ്ത എന്നാണ്. ശരിക്ക് തലശ്ശേരിയാണ് സ്ഥലം. മാഹി എന്ന് പറയുമ്പോൾ പോണ്ടിച്ചേരിയാന്ന് ഓർക്കും. പോണ്ടിച്ചേരിയല്ല, കേരളമാണ്. ഞാൻ പിക്കറ്റ് 43 ആണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. ഞാനും ശ്രീജേഷൊക്കെ അന്ന് മുതൽ എനിക്ക് ശ്രീജേഷിനെ അറിയാം. പിക്കറ്റ് 43, പിന്നെ മധുബാൽ സാറിൻ്റെ ഒരു കുപ്രസിദ്ധ പയ്യൻ, പിന്നെ 1-2 ടെലി സീരിയൽ, കാളി ഗണ്ഡകി എന്ന് പറഞ്ഞൊരു ടെലി സീരിയൽ, പിന്നെ CBI ഡയറി. അതാണ് ഫിലിമോഗ്രാഫി. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ? ഞാൻ ഈ വർഷമാണ് സുവി സ്ട്രൈക്കേഴ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കേൾക്കുന്നുണ്ട് ഈ ടീം ഒരു ഫാമിലി പോലെയാണ്. ബട്ട് കുറച്ച് ദിവസം കൊണ്ട് ഐ ഫെൽറ്റ് ദാറ്റ്. വളരെ കുറഞ്ഞ ദിവസം ഞാൻ ഈ ടീമിലായിട്ടുള്ളൂ. ബട്ട് ഐ ഫീൽ ദാറ്റ് ദിസ് ഈസ് ലൈക്ക് എ ഫാമിലി. ഓക്കെ, ഒരുപാട് ട്രൈ ചെയ്തിരുന്നല്ലേ ടീമിൽ കയറാൻ വേണ്ടിയിട്ട്? അതെ, പല വർഷമൊക്കെ ട്രൈ ചെയ്തു. അന്നൊന്നും നടന്നില്ല. പിന്നെ ഈ വർഷമാണ് നടന്നത്. സോ ഐ ആം പ്രിറ്റി ഹാപ്പി ഫോർ ദാറ്റ്.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത ആളെ പരിചയപ്പെടാം. ഹായ്. ഹായ്, എൻ്റെ പേര് അഖിൽ കൃഷ്ണ എന്നാണ്. വീട് ഇവിടെ എറണാകുളം നോർത്ത് പറവൂർ വള്ളുപള്ളി എന്ന് പറയും. ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റുമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 4 വർഷത്തിന് മേലെ എന്ന് തോന്നണു അല്ലേ ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്. കാരണം എനിക്ക് ഏജ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ക്രൈറ്റീരിയ 30 വയസ്സ് വേണമായിരുന്നു. അങ്ങനെ കുറേ നാൾ വെയിറ്റ് ചെയ്ത് അല്ല അങ്ങനെ ഇതിനകത്ത് കയറിയത്. കൂട്ടത്തിൽ ഏറ്റവും കുട്ടിയാണ്. അല്ല, ക്രൈറ്റീരിയയിൽ 30 വയസ്സാണ്. അപ്പം എനിക്കതായിട്ടുണ്ടായിരുന്നില്ല. ആയി കയറി. പിന്നെ അതെ അതെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ബോളിംഗ് ബാറ്റിംഗ് ചെയ്യും. പിന്നെ ഷെഫീഖയുടെ ഒപ്പം ഇന്നലെ പാർട്ണർഷിപ്പിൽ 137 ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് പുള്ളി അടിച്ചു. അങ്ങനെ അതെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. ഹായ്. ഹായ്, എൻ്റെ പേര് വെൺമണി ഉണ്ണികൃഷ്ണൻ. ഞാൻ കൊറിയോഗ്രാഫറായിട്ട് ഒരു 10 വർഷമായിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്തു. പടത്തിൻ്റെ പേര് ഉരുൾ എന്നാണ്. റിലീസിന് ഉരുൾ URUL ഈ ഉരുൾ അതിപ്പം റീസെൻ്റ്ലി റിലീസാവാൻ പോകുന്നു. പിന്നെ ആക്ടിങ്ങും ഉണ്ട്. പിന്നെ എല്ലാ വർഷവും CCF കളി കാണാൻ വേണ്ടി പോകുന്ന ഒരാളാണ് ഞാൻ. എല്ലാ സീസണും വിടാതെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയാണ് ഒരു ടീമിൽ കയറാൻ പറ്റിയത്. അത് സുബി സ്ട്രൈക്കേഴ്സിലായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതൊരു ടീമെന്നുപരി ഇതൊരു ലൈക്ക് എ ഫാമിലി തന്നെയാണ്. ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ. ഇന്നലെ എൻ്റെ ഫസ്റ്റ് മാച്ചായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് മാച്ചിൽ തന്നെ ജയിക്കാനും പറ്റി, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അത് ഒരുപാട് സന്തോഷം. അടിപൊളി. അപ്പം നമുക്ക് എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഓക്കെ, നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ CCFനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും CCL എന്നേ കേട്ടിട്ടുള്ളൂ അല്ലേ? CCF എന്ന് കേട്ടിട്ടുള്ളത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും. അപ്പം നമുക്ക് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് അറിയാം. കമോൺ, എന്താണ് സാർ CCF CCL ഇത് തമ്മിലുള്ള വ്യത്യാസം? CCL എന്ന് പറയുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ലീഗ്, അത് മാച്ചാണ്. CCF എന്ന് പറയുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന അസോസിയേഷനാണ്. ഈ അസോസിയേഷൻ്റെ കീഴിൽ സെലിബ്രിറ്റി ടീംസ്, ഒരു 17 സെലിബ്രിറ്റി ടീംസ് ഇതിനകത്തുണ്ട്, ഇതിൻ്റെ അണ്ടറിലുണ്ട്. അതിൽ ഒരു ടീമാണ് ഞങ്ങളുടെ സുവി സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന ടീം. പിന്നെ ഈ CCL എന്ന് പറയുന്ന ഇതിൽ നമ്മൾ കേരള സ്ട്രൈക്കേഴ്സ് എന്നുള്ള ഇത് കേട്ടിട്ടുണ്ട്. ലാലേട്ടനായിരുന്നു പണ്ട് ക്യാപ്റ്റൻ, ഇപ്പം ചാക്കോച്ചനാണ് ക്യാപ്റ്റൻ. അതിൽ ഇന്ന് CCF മെമ്പേഴ്സ് ഒരു 90% ആൾക്കാർ ഇന്ന് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കുന്നുണ്ട്. അത് ഇൻ്റർ സ്റ്റേറ്റ് കളികളാണ്. അത് കേരള, കർണാടക, ഈ പറയുന്ന ചെന്നൈ, തമിഴ്നാട്, അങ്ങനെയുള്ള ചെന്നൈ റൈനോസ്, തെലുങ്ക് വാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കളിക്കുന്ന കേരളത്തിലുള്ള സെലിബ്രിറ്റി ടീംസ് തമ്മിലാണ്. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സുമായിട്ട് നമ്മുടെ ടീമിന് ബന്ധമുണ്ടോ? അല്ല, കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ CCL ഒരു ടീം, അത് ഇൻ്റർ സ്റ്റേറ്റ് കളിക്കുന്ന ടീമാണ്. ഈ കേരള സ്ട്രൈക്കേഴ്സിൽ കളിക്കുന്ന ഒരു 90% ആൾക്കാരും ഈ CCFലുള്ള മെമ്പേഴ്സാണ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ CCF അസോസിയേഷൻ കേരളത്തിലെ സിനിമാക്കാരുടെ ക്രിക്കറ്റ് ഒരു അസോസിയേഷനാണ് ഈ CCF എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പ്ലേയേഴ്സിലാണ് ഈ കേരള സ്ട്രൈക്കേഴ്സിൽ കളിക്കുന്നത്. അത് കളിക്കുന്ന ഇൻ്റർ സ്റ്റേറ്റ് ആണ്. അപ്പം മൊത്തം എത്ര ടീംസ് ഉണ്ട് CCFൽ? ടോട്ടൽ 17 ടീംസാണുള്ളത്. ഇപ്പം 20 ടീംസ് വരെ വരാൻ സാധ്യതയുണ്ട്. പലവരും ഇപ്പോൾ റിക്വസ്റ്റ് അയക്കുന്നുണ്ട് CCFലേക്ക്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 17 ടീംസാണ് ഉണ്ടായിരുന്നത്. ആദ്യം തുടങ്ങിയപ്പോൾ അതൊരു 6 ടീമായിരുന്നു. പിന്നെ അത് ഓരോ ടീംസ് വന്ന് അറ്റ് പ്രസൻറ്റ് ഇപ്പം CCFൻ്റെ അണ്ടറിൽ 17 ടീമാണുള്ളത്. ഏത് വർഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് 2019 CCF എന്ന് പറഞ്ഞ സംഘടന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ ഒരേ ഒരു ക്രിക്കറ്റ് സിനിമ അസോസിയേഷനുള്ളൂ, അത് CCF ആണ്. അപ്പോൾ ഇങ്ങനൊരു ടീം സാറിന് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സാറിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ? എന്ത് ഇൻസ്പിറേഷനാണ് സാറിനുണ്ടായത്? ഫസ്റ്റ് എനിക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം സാധാരണ നമ്മൾ IPL ഒക്കെ കാണുന്ന അതൊക്കെ ഒരു ബിസിനസ് ആംഗിളിലാണ്. ഇപ്പോൾ ഷാരൂഖ് ഖാൻ ഒരു ടീം എടുക്കുന്നു, ലക്ഷങ്ങൾ മുടക്കി ആൾക്കാരെ കൊണ്ടുവന്ന് കോടികൾ കിട്ടുന്നു. പക്ഷേ നമ്മുടെ ഇത് ടോട്ടലി അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഇത് ആക്ച്വലി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആണ് കളിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിപ്പോൾ എന്നെപ്പോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ടീം എന്ന് പറയുന്നത്. ഇതിപ്പം
മോറോവർ ഇതൊരു എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫാമിലി പോലെയാണ്. ഇപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ പരസ്പരം സിനിമ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഹെൽപ്പ് ചെയ്യുക, അവർ ഓരോ ഈ മേഖലയിലും വളരുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തുടങ്ങിയൊരു ടീമാണ് ക്രിക്കറ്റും സിനിമയും. അവൻ സാറേ, നമ്മളുടെ ഈ CCFൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഇവരൊക്കെ ആരൊക്കെയാണ്? CCFൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അനിൽ തോമസ് എന്ന് പറയുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ്. മിന്നാമിനുങ്ങെന്ന് പറഞ്ഞ ഒരു ഫിലിം കേട്ടിട്ടില്ലേ, നമുക്ക് നാഷണൽ അവാർഡ് നമ്മുടെ സുരഭി എന്ന് പറഞ്ഞ ആക്ടർക്ക് കിട്ടിയ, അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ് ഈ CCFൻ്റെ പ്രസിഡന്റ്. സെക്രട്ടറി ശ്യാംദർ എന്ന് പറയുന്ന ഡയറക്ടറാണ്. നമ്മുടെ 7th ഡേ എന്ന് പറയുന്ന മൂവി ചെയ്ത ആൾ, അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഫിലിം, അതുപോലെ പുള്ളിക്കാരൻ സ്റ്റാറ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പടം ചെയ്ത ഡയറക്ടറാണ് ഇതിൻ്റെ സെക്രട്ടറി ശ്യാംദർ. അപ്പോൾ സാറിന് ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുമായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് സാറൊന്ന് പറയാമോ? ഒരു ക്യാമറയെ നായകനാക്കിയിട്ട് സാറ് സംവിധാനം ചെയ്ത ഒരു ചിത്രം. ഞാൻ കുട്ടിദൈവം എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവി ചെയ്ത് അതിനായിരുന്നു എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. അത് നമ്മുടെ ഗവർണറിൻ്റെ നിന്ന് മേടിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. രാജ്ഭവനിൽ വെച്ചായിരുന്നു ഒരു ഫംഗ്ഷൻ. പിന്നെ അത് റിലീസ് ചെയ്ത നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് സേതുപതി ആയിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ സാറേ, ഇവിടുത്തെ ഏറ്റവും സീനിയർ പ്ലെയർ ആരാണ് സാറിൻ്റെ കൂട്ടത്തിൽ? സീനിയർ പ്ലെയർ നമ്മുടെ ശ്രീജേഷാണ്. ഓക്കെ, നല്ലൊരു ആക്ടറും കൂടെയാണ്. ഓ, ടൊവിനോയുടെ ഒക്കെ കൂടെ വന്ന ആളാണ് അല്ലേ ആക്ടിങ്ങിൽ? ഫസ്റ്റ് മൂവി കൂതറയായിരുന്നു. അവിടെ സ്റ്റാർട്ട് ചെയ്ത് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഓഡീഷൻ വഴിയാണ്. എല്ലാവരെ പോലെ തന്നെ 10,000 എന്താ പറയുന്നത് മെയിൽ അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്നാണ് സെലക്ട് ചെയ്ത്. പിന്നെ പിക്കറ്റ് 43 മേജർ രവി സാറിനോട് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഞാൻ സംവിധാനം ചെയ്യും, ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആഡ്, ബിക്കോസ് ഞാൻ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയല്ല. ഞാൻ സത്യം പറഞ്ഞ സിനിമയിൽ വന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നുണ്ട്. ടൊവിയായിട്ടായാലും സണ്ണിയേട്ടനായാലും സണ്ണി മേനുമായിട്ടും എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ജേർണി, അതുപോലെ സാറുമായിട്ട് പോലും ഇന്ന് ഈ 13 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ എന്താ പറഞ്ഞു ഇപ്പോഴും ആ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരിലും ഞാൻ അതാ പറഞ്ഞു, ഈ ടീമിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ടീമിൽ തുടക്കം തൊട്ടേ ഉണ്ട്. അപ്പോൾ CCFൽ സാറ് പറഞ്ഞ കണക്ക് 17 ടീമുകളുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ ടീമിലും ഇത്ര ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ടീം എന്നും അങ്ങനെ എന്താ പറയുന്നത്, ക്രിക്കറ്റ് എന്നുള്ളൊരു മാച്ചിനുപരി ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫാമിലി, ഒരു ഫൺ ആയിട്ടുള്ളൊരു, ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ ആ ഒരു വൈബുണ്ട്. ഇപ്പം ഇവിടെ സണ്ണി വെയിന് അതുപോലെ ആക്ടേഴ്സ് ഒരുപാട് പേര് വന്ന് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് കൂടുതലും വന്ന് കളിക്കാൻ, മീൻസ് വന്ന് ഡയറക്റ്റ് റീസെൻ്റ്ലി കളിച്ചിട്ടുള്ള ആൾക്കാർ? ഇപ്പോൾ ഉണ്ണിമൂന്നൻ മിക്കപ്പോഴും വരാറുണ്ട് കളിക്കാനായിട്ട്. പിന്നെ സണ്ണി വേൻ വരാറുണ്ട്. പിന്നെ സിജു വിൽസൺ എപ്പോഴും കളിക്കാൻ വരാറുണ്ട്. അഖിൽ മാരാർ, ബിഗ് ബോസിൽ ഉള്ള അഖിൽ മാരാർ വരാറുണ്ട്. പിന്നെ ആൻ്റണി പെപ്പെ സ്ഥിരം കളിക്കാൻ വരുന്നുണ്ട്. പിന്നെ അർജുൻ അശോകനൊക്കെ വന്നു, പക്ഷേ പുള്ളി സപ്പോർട്ട് ചെയ്യാനേ വന്നിട്ടുള്ളൂ, കളിക്കാനായിട്ട് പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞ്. അതുപോലെ സുരാജ് വെഞ്ഞാറുമൂട് ചേട്ടനും ഒരു ടീമിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന് ചിയറപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ട്. പുള്ളിക്ക് കളിക്കാൻ അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ആളുണ്ട്, അത് എടുത്തു പറയേണ്ടതാണ്, നമ്മുടെ പാഷാണം ഷായിച്ചേട്ടൻ. പുള്ളി ഇതേപോലെ എന്നെപ്പോലെ തന്നെ ക്രിക്കറ്റ് ഭയങ്കര പാഷനേറ്റായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. ഷായിച്ചേട്ടനും ഇതിനകത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ അണ്ടറിലുള്ളൊരു ടീമാണ്. അതും CCFൻ്റെ 17 ടീമിലെ ഒരു ടീമാണ്. അപ്പോൾ നമുക്ക് ക്യാപ്റ്റനോട് ചോദിക്കാം, ഇതിലാരാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആൾ, അതുപോലെ എങ്ങനെയുണ്ട് പ്രാക്ടീസിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിക്കാം. ഞാൻ സുവി സ്ട്രൈക്കേഴ്സിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞു, 3 വർഷമായിട്ടുണ്ടാവും. അപ്പം ഇതിന് ഈ പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നൊരു സെറ്റപ്പാണ് ഇത്. അപ്പം പിന്നെ എന്താ പറയുക, ഒരുപാട് പേര് ഉണ്ടായിരുന്നു, പല സമയങ്ങളിലായിട്ട് പലരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഏതാണ്ടൊരു സെറ്റായിട്ട് വന്നിരിക്കുകയാണ് ഒരു ടീം എന്നുള്ള നിലയ്ക്ക്. അപ്പം സൗഹൃദം പ്ലസ് ക്രിക്കറ്റിൻ്റെ ഭ്രാന്തന്മാരാണ് എല്ലാവരും. ക്രിക്കറ്റിൻ്റെ ഏത് രാത്രി അല്ലെങ്കിൽ ഏത് നട്ടുച്ചക്കാണെങ്കിലും ഇപ്പോൾ ഈ വെയിലത്ത് പോലും നമ്മളിങ്ങനെ നിൽക്കുന്നത് ക്രിക്കറ്റിനോടുള്ളൊരു സ്നേഹം കൊണ്ടുകൂടി. അപ്പം ക്രിക്കറ്റാണ് എല്ലാവരെയും യുണൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ ടീമിൽ തന്നെ പിന്നെ പലരും പുതിയ ആൾക്കാരാണ്. ഞാൻ സുവിധേട്ടൻ, പിന്നെ ഞാനിപ്പോൾ ഉണ്ടായിരുന്ന റോഷനൊക്കെ എനിക്കൊന്ന് ശ്രീജേഷ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനതിന് കുറച്ച് സീനിയർ എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ പലരും പല തരത്തിൽ കളിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ക്യാപ്റ്റൻ തന്നെയാണ് കളിക്കുന്നത്, ഓൾറൗണ്ടറാണ്. അതാണ് മിണ്ടാതിരിക്കുന്നല്ലേ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും മടിയനാരാ? എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ വരൂ.
അല്ല ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു. ആണല്ലേ? പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല, അത്യാവശ്യം എല്ലാവരും വന്നു. ഇത്തവണത്തെ മാച്ചിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെ ആയെന്ന് നമുക്ക് ക്യാപ്റ്റനോട് ചോദിക്കാം. ഇത്തവണ ഒരു പുതിയ ടീമാണ്, ഇപ്പോൾ ഒരുപാട് പുതിയ കളിക്കാരുണ്ട്. അപ്പം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് മത്സരങ്ങൾ കളിച്ചു. അപ്പം ആരൊക്കെ എന്തൊക്കെ പൊസിഷനിൽ ഇറങ്ങണം, അല്ലെങ്കിൽ എന്താണ് അവരവരുടെ എബിലിറ്റി, എന്താണ് അവരുടെ സ്ട്രെങ്ത്, എന്താണ്, അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാക്ടീസ് മാച്ച് അതിന് ഒരുപാട് ഉപകാരപ്പെട്ടു. എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഏരിയ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലായി. അപ്പം ഒരു നല്ലൊരു ടീമിനെ തന്നെ നമ്മൾ അടുത്ത ടൂർണമെൻറ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. മിഫ്തിക്ക് ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ കൂടുതൽ താല്പര്യം? എനിക്ക് ബോളിംഗ് ആണ് താല്പര്യം. ഞാൻ ബോളിംഗ് ഓൾറൗണ്ടറാണ്. ഓക്കെ ഓക്കെ. കൂടുതലും ബോളിംഗ് ആണോ ഇത്തവണ പരീക്ഷിച്ചത്? ബോളിംഗ് ആണ് പരീക്ഷിച്ചത്. ചെറുപ്പം മുതലേ ഞാൻ കൂടുതലും ബോൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. ന്യൂ ബോളിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബോൾ മൂവ് ചെയ്യിക്കാനൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ മനസ്സിൽ കരുതിയൊക്കെ ശ്രമിക്കും. ചിലത് മൂവിയും ചിലത് മൂവിയില്ല. ചെറിയൊരു വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് ഷുഐബ് അക്തറാണ് ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരൻ. എനിക്ക് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ട് മോനുണ്ടാകാൻ പോണ സമയത്ത് വൈഫ് എന്നോട് ചോദിച്ചു, മോൻ എന്താ പേരിടുക? ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, മോനെ വസീം അക്തർ എന്ന് പേരിട്ടാലോ എന്ന് ചോദിച്ച ആളാണ് ഞാൻ. ബട്ട് എൻ്റെ മോനാണ് ഇപ്പോൾ തീരെ ക്രിക്കറ്റ് കളിക്കണല്ലോ, അവൻ ഫുട്ബോളേ കളിക്കണല്ലോ. സോ യസ്ദാൻ തൈമൂർ എന്നാണ് ഇപ്പോൾ പേരിട്ടത്. ഭാര്യ മറ്റതിന് സമ്മതിച്ചില്ല, ഒരു കണക്കിന് നന്നായി. സോ എനിക്ക് വസീം അക്രം, ഷുഐബ് അക്തർ ഇവരൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാർ ആസ് ബോളേഴ്സ്. ഏതാണ് ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ? ഓൾറൗണ്ടറാണ്. കൂടുതൽ ഏതാ ഇത്തവണ ചെയ്തത്? ബോളിങ് ചെയ്തു, ബാറ്റിംഗ് നന്നായിട്ട് ചെയ്യാൻ പറ്റി. മെയിൻ ഫീൽഡിംഗ് ആയിരുന്നു, കുറച്ചുകൂടെ സെറ്റാക്കണം. ഭയങ്കര കിട്ടില്ല, ഫീൽഡിംഗ് ആണ് മെയിൻ എന്ന് പറഞ്ഞോണ്ടാ വന്നത്. അത് പാളി, പക്ഷെ ബാക്കി രണ്ട് കാര്യത്തിലും അത്യാവശ്യം ചെയ്യാൻ പറ്റി. അപ്പം നമുക്ക് ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആൾ എന്ന് പറഞ്ഞ ആളോട് ചോദിക്കാം. കുഴപ്പമില്ല. അല്ല, ഞാൻ ബാറ്റിങ്ങും ബോളിങ്ങും രണ്ടും ചെയ്യാറുണ്ട്. പിന്നെ ഫസ്റ്റാണ് ടീമിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ കുറേ സുവിധേൻ്റെ ഒപ്പം കുറേ നാൾ നടന്ന് അങ്ങനെ ടീമിൽ കയറി പറ്റി അല്ലേ? എന്താ പറയുക, അതൊരു ഭാഗ്യമാണ്. എന്നാൽ ഇത് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന കളിയല്ലല്ലോ CCF എന്ന് പറഞ്ഞാൽ, സെലിബ്രിറ്റീസിന് മാത്രമേ ഉള്ളൂ. അതിലിപ്പം ഞാൻ മിമിക്രി ചാനൽ ഷോസിൻ്റെ ഇതിലൂടെയാണ് കയറിയത്. ഇപ്പം മുളകി ചെയ്ത് കോമഡി ഉത്സവം, കോമഡി മാസ്റ്റേഴ്സ്, പിന്നെ റിപ്പോർട്ടറിൽ 1-2 ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ക്രൈറ്റീരിയ ഓക്കെ, പിന്നെ ഏജൻറ്റും ഓക്കെ, അങ്ങനെ ടീമിൽ കയറി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ഈ ഒരു പ്രാക്ടീസ് മാച്ചിന്. ഇനി വരുന്ന 12-13 എന്തായാലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കണമെന്നാണ് എല്ലാവരുടെയും ഒരു തീരുമാനം. ഇനി ഞാനാണ് ഇവിടെ അധികാരി എന്നും പറഞ്ഞ് ഒരാൾ നിൽപ്പുണ്ട്, പക്ഷേ ക്യാമറ ഫേസ് ചെയ്ത് മുഖം കൊടുക്കുന്നില്ല. ആളോട് ചോദിക്കാം, ഏതാ ബോളിംഗ് ആണോ ബാറ്റിംഗ് ആണോ? ഞാൻ ബോളറാണ്. ഞാൻ ബോളറാണ്. അപ്പോൾ ഇന്നലെ കളിച്ചപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഞാൻ പിന്നെ ഈ കളിയിൽ ഇവിടെ വന്നപ്പോൾ ഒരു എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് ഈ ക്രിക്കറ്റ് ഭയങ്കര ആരാധനയാണല്ലോ. ഇപ്പോൾ അന്നൊക്കെ ഈ പറഞ്ഞ മാതിരി ഈ ലെതർ ബോളിൽ കളിക്കാനുള്ള അവസരം വളരെ കുറവാണ്. വീട്ടുകാർ സമ്മതിക്കില്ല, ഭയങ്കര എക്സ്പെൻസീവാണ്, പോകണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ റബ്ബർ പന്തും ടെന്നീസ് ബോളും കളിച്ചുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ കോളേജിൽ പഠിച്ചപ്പോൾ നമ്മൾ ഈ സ്പോർട്സേ അല്ലായിരുന്നു, വേറെ സ്പോർട്സൊക്കെയാണ് നമ്മളതിൽ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ അവസരം കിട്ടിയത് ഈ ടീമിൽ വന്നപ്പോഴാണ്. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലീഗുള്ള കാര്യം അറിയുന്നതും. പിന്നെ ഇങ്ങനെ ടീമിലേക്ക് ആൾക്കാരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന്, വീടിൻ്റെ അടുത്തൊരു അക്കാദമി ഉണ്ട്, അവിടെ ഞാൻ സെലക്ഷന് പോയി, പ്രാക്ടീസിന് പോയി. ഇവിടെ സെലക്ഷൻ വന്നു, സെലക്ഷൻ കിട്ടി. അപ്പോൾ ഇന്നലെ വൃത്തിയായിട്ട് കളിക്കാൻ പറ്റി. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ടൂർണമെൻറ്റ് വൃത്തിയായിട്ട് എറിയാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ചെയ്ത പോലെ ഇനി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ മാച്ചിൽ ഒരു 3 വിക്കറ്റ് കിട്ടിയായിരുന്നു. നല്ല ബോളിംഗ്. ആദ്യത്തെ നന്നായിരുന്നു. നെക്സ്റ്റ് മാച്ച് എന്നാണ് സാർ? ഇപ്പം നടന്നത് ജസ്റ്റ് പ്രാക്ടീസ് മാച്ച് അല്ലേ നടന്നത്? ഓക്കെ, അടുത്ത മാച്ച് ഇനി ശരിക്കുള്ള ടൂർണമെൻറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. ഈ 10th തുടങ്ങുവാണ്. അതായത് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ടൂർണമെൻറ്റാണ്. ഇപ്പോൾ 10th മുതൽ 15th വരെ നമ്മുടെ രാജഗിരി ഗ്രൗണ്ടിലായിരിക്കും. രാജഗിരി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണല്ലേ എല്ലാ മാച്ചും? രാജഗിരി ഗ്രൗണ്ടിലാണോ? അല്ല, എല്ലാം രാജഗിരി ഗ്രൗണ്ടിലല്ല. ചിലത് സെൻറ്റ് പോൾസിൽ നടത്താറുണ്ട്, പിന്നെ പാലസ് ഓവൽ ഗ്രൗണ്ടിൽ നടത്താറുണ്ട്. പിന്നെ ഞങ്ങൾ ഒരിക്കൽ ഗ്രീൻ ഫീൽഡിലും ട്രിവാൻഡ്രത്തും CCF മാച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടുത്തെ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എവിടെയാണ്? അദ്ദേഹം പറഞ്ഞത് ഇനി നെക്സ്റ്റ് രാജഗിരിയിലാണ്. ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് നടത്തുന്നത്. ഓരോന്നും CCFലെ ഓരോ ടീമുകളാണ് മാച്ച്
അത് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇപ്പം പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പോഴത്തെ CCF മാച്ച് ടൂർണമെൻറ്റ് നടത്തുന്നത്. അത് കഴിഞ്ഞാലേ ബാക്കിയുള്ള മാച്ചിൻ്റെ അനൗൺസ്മെൻറ്റ് വരുള്ളൂ അല്ലേ? ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് എവിടെ വെച്ചിട്ടാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഈ വർഷത്തെ ഇനി ഇതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞല്ലോ പ്രൊഡ്യൂസേഴ്സ് ടീമാണ് നെക്സ്റ്റ് മാച്ച് നടത്തുന്നതെന്നാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ടീംസും ഏറ്റെടുത്ത് നടത്തുന്നുണ്ടോ മാച്ച്? ഒരുമാതിരിപ്പെട്ട എല്ലാ ടീമുകളും ഇതുപോലെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ ഡയറക്ടേഴ്സ് ടീം നടത്തിയായിരുന്നു. അതുപോലെ എല്ലാ ടീമുകളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സുവി സ്ട്രൈക്കേഴ്സ് നടത്തിയിട്ടുണ്ടോ? ഞങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ നടത്തിയത് നമ്മുടെ പ്രേം നസീറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ പ്രേം നസീർ കപ്പ് എന്ന് പറഞ്ഞ് 1, 2, 3 അങ്ങനെ 3 സെലിബ്രിറ്റി കപ്പുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ. അത് ഏത് ഇയറിലായിരുന്നു? അത് ഒത്തിരി വർഷം പണ്ടാണ് നടത്തിയിരിക്കുന്നത്. കുറേ കാലമായി ഇപ്പോൾ നടത്തിയിട്ട്. ടോട്ടൽ ടീം മെമ്പേഴ്സ് എത്ര പേരുണ്ട് സാറിൻ്റെ ടീമിൽ? ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 18 പേരാണ് നമ്മുടെ ടീമിലുള്ളത്. ഇത്രയും പേര് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ ഇന്ന്? അല്ല, എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും സിനിമയായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സിനിമയുടേതായ തിരക്കുകളുണ്ട്. ഇപ്പോൾ കളിക്കാൻ പോലും ഒരു ടീമിൽ 25 പേരെ എടുക്കാമെന്നാണ് CCF റൂള്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം സിനിമാക്കാരായതുകൊണ്ട് ഈ കളിക്കുന്ന സമയത്ത് ഷൂട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്ലേയിങ് 11 തികയാനുള്ളൂ. അതുകൊണ്ടാണ് 25 പേരെ എടുക്കാമെന്ന് CCF ഇങ്ങനെ റൂള് വെച്ചിരിക്കുന്നത്. ഓക്കെ. മോഹൻലാലൊക്കെ കളിച്ചിട്ടുണ്ടോ സാർ ഈ CCF ടീമിൽ? ഇല്ല. ലാലേട്ടനൊക്കെ അതിന് മുമ്പേ ഇപ്പം മാറി. ഇപ്പം ചാക്കോച്ചനൊക്കെയാണ് ഇപ്പം കേരള സ്ട്രൈക്കേഴ്സ് നടത്തുന്നത്. ലാലേട്ടനൊക്കെ നേരത്തെ പഴയ കാലങ്ങളിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. CCFൽ ലാലേട്ടനും കളിച്ചിട്ടില്ല. ഓക്കെ. CCF ആയിരുന്നു CCL ആയിരുന്നു ആദ്യം വന്നത്? അത് CCLാണ്. ഈ ടീം ഇവിടെ വരെ എത്തിച്ച കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ നമ്മൾ മറക്കാൻ പാടില്ല. ആരൊക്കെയാണ് അവരെന്ന് നമുക്ക് ഇവിടെ സാറിനോട് ചോദിച്ചറിയാം. ആരൊക്കെയാണ് സാർ അവർ? ശരിക്കും ഈ ക്വസ്റ്റ്യനാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം നമ്മുടെ ടീം മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും നമുക്കൊരു ഫണ്ട് വേണം. അപ്പോൾ അത് തന്ന് സഹായിച്ച സ്പോൺസേഴ്സ് ഒന്ന് നമ്മുടെ ആക്ഷൻ കോച്ച് എന്ന് പറയുന്ന ഒരു ബിസിനസ് കോച്ചിങ് കമ്പനിയാണ് ഞങ്ങൾക്ക് ഈ ജേഴ്സി തന്ന് സ്പോൺസർ ചെയ്തത്. പിന്നെ ഈ സ്പോൺസറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഞങ്ങൾ ഇപ്പം റീസെൻ്റ്ലി ഞങ്ങളൊരു ജേഴ്സി ലോഞ്ച് വെച്ചിരുന്നു. അത് എറണാകുളത്ത് ഉള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റ് സ്റ്റുഡിയോയിൽ വെച്ച് നടത്തിയത്. നമ്മുടെ സിനി ആർട്ടിസ്റ്റ് മിയയാണ് ജേഴ്സി ലോഞ്ച് ചെയ്തത്. മിയ നല്ല രീതിയിൽ, മിയയോട് പ്രത്യേക ഒരു താങ്ക്സ് ഞാൻ ഈ ചാനലിലൂടെ പറയുകയാണ്. കാരണം ഞങ്ങളുടെ ടീമിന് വേണ്ടി വന്ന് സഹകരിച്ച് ഇങ്ങനൊരു ജേഴ്സി ലോഞ്ച് അടിപൊളിയായിട്ട് ഇപ്പം നല്ല വൈറലായിട്ട് ഇപ്പം മിയയുടെ പേര് അടിക്കുമ്പോൾ തന്നെ ഇപ്പം ഞങ്ങളുടെ ടീമിൻ്റെയും ജേഴ്സി ലോഞ്ചിൻ്റെ വീഡിയോസാണ് ഇപ്പം എല്ലാ റീൽസിലും വന്നുകൊണ്ടിരിക്കുന്നത്. മിയ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ മിയ അത് സഹകരിച്ച്. അപ്പോൾ മിയയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഒരു വലിയൊരു താങ്ക്സ് പറയാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഡയറക്ടർ പ്രൊഡ്യൂസറുണ്ട്, ഹാരിസ് എന്ന് പറഞ്ഞ്. പുള്ളിയുടെ കമ്പനിയാണ് ടോപ്പസ് അക്കാഡമി. അവർ ഒരു സ്പോൺസർഷിപ്പ് അവർ തന്നിരുന്നു. പിന്നെ എൻ്റെ സ്വന്തം സ്പോൺസർ, എൻ്റെ കമ്പനി സുവി കളർ സ്പോർട്ട് എന്ന് പറഞ്ഞ് കമ്പനിയുടെ സ്പോൺസർ ഞാൻ പലതവണയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം അളിയൻ്റെ ഒരേ ഒരു കമ്പനി, ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ബ്ലൂ ലൈൻസ് എന്ന് പറയുന്ന കമ്പനി സ്പോൺസർഷിപ്പ് തന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സ്പോൺസേഴ്സ്. ഇതിനു മുമ്പും ഞങ്ങൾക്ക് ഒത്തിരി സ്പോൺസേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്പോൺസർഷിപ്പിൻ്റെ കാര്യം. ഒരു ബെല്ലേസ എന്ന് പറഞ്ഞൊരു സെലൂൺ അവർ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് സഹായിച്ചിരുന്നു. അതുപോലുള്ള പല കമ്പനികളും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് താരരാജാക്കന്മാരിലെ ക്രിക്കറ്റ് ഇവരുടെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. You are watching Malanar TV India, the first national integration channel. This program brought to you by Parakat Nature Hotels and Resorts. DQ Face and Body Skin Friendly Soap. ICCS College of Engineering and Management. Mascom TMT 500D Steel Bar. പിന്തുടരാൻ ഒരു മികച്ച മാതൃക. സുവി കളർ സ്പോർട്ട്, ചങ്ങനാശ്ശേരി, കൊല്ലം.